നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ടോ? എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു മനോഭാവം? അതൊക്കെ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ കാര്യത്തിന് പറ്റിയിട്ട് ഇത് ജനറൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. നിങ്ങളുടെ കാര്യത്തിനെ പറ്റിയിട്ടൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ പ്രശ്ന പരിഹാരം, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ബ്ലോക്കേജ് ആവട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, കരിയർ റിലേറ്റഡ് ആവട്ടെ, മണി റിലേറ്റഡ് ആവട്ടെ, നെഗറ്റീവ് എനർജി റിലേറ്റഡ് ആവട്ടെ, ഇതിനെല്ലാം പരിഹാരമായിട്ട് തരുന്നത് ബ്രേസ്ലെറ്റാണ്. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് നാളും വെച്ച് തയ്യാറാക്കി തരുന്ന ബ്രേസ്ലെറ്റാണ്. പൂജിച്ച് തയ്യാറാക്കിയിട്ടാണ് തരുന്നത്. ബ്രേസ്ലെറ്റ് ഉപയോഗിച്ച എല്ലാവർക്കും റിസൾട്ടുണ്ട്. ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ റിച്വലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 6 ഓഫ് കപ്സ്, ദ ഡെത്ത് കാർഡ്, 4 ഓഫ് സോർഡ്സ്, 8 ഓഫ് സോർഡ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, ജസ്റ്റിസ് കാർഡ്, 5 ഓഫ് വൺസ്, ദ ചാരിയോട്ട്, ദ എംപ്രസ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി പഴയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നതായിട്ടാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ടൈം, നിങ്ങൾ കൊടുത്ത സ്നേഹം, ആ ഒരു സ്നേഹത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു സന്തോഷം, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ലൈഫ്, ആ നിമിഷങ്ങൾ, യാത്ര പോയിട്ടുണ്ടിരുന്ന സമയങ്ങൾ, ഇതൊക്കെ അവർ ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊന്നും അവർ മറന്നിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതൊന്നും അവർക്ക് അത്ര പെട്ടെന്നല്ല, അവർക്ക് അങ്ങനെ മറക്കാൻ സാധിക്കില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവരുടെ മനസ്സിൽ ഈ ചിന്തകൾ കയറി വരുന്നുണ്ട്, പഴയ കാര്യങ്ങളുമൊക്കെ. അത് അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ യാദൃശ്ചികമായിട്ടും ഈ ചിന്തകൾ കടന്നു വരുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ ആ ഒരു ചിന്തയെ ഡൈവേർട്ട് ചെയ്ത് കളയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പഴയ കാര്യത്തിനെ കുറിച്ചിട്ട് അവർ അവരെത്രത്തോളം ഓർക്കണ്ടെന്ന് ചിന്തിക്കുന്നോ അത്രത്തോളം അവർ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇൻ കേസ് അവരുടെ ലൈഫിൽ അവരുടെ ചിന്തയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കയറി വരുമ്പോഴത്തേക്ക് ആ ഒരു ചിന്തകൾ ഇല്ലാതാക്കേണ്ട സ്റ്റെപ്സ് അവരെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് പഴയ കാര്യങ്ങൾ ചിന്തിക്കേണ്ട, പഴയ കാര്യങ്ങൾ ചിന്തിച്ച് അവരെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല. ആ ഒരു മട്ടാണ് ഇവിടെ കാണുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ, പഴയ എന്തൊക്കെ ഓർമ്മകളുണ്ടോ അതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിങ്ങളുടെ പഴയ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ അവരുടെ കയ്യിലുണ്ട്. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ തിങ്സ് ആവാം, നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാവാം, അതൊക്കെ ഓൾമോസ്റ്റ് അവർ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അതൊക്കെ ഇപ്പോൾ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ചിന്തകളെ പോലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ അവർ അനുവദിക്കുന്നില്ല. അവർക്ക് തന്നെ അറിയാം നിങ്ങളെക്കുറിച്ചിട്ട് അവർക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ചിന്തകൾ കയറി വരുന്നു. ആ ചിന്തകൾ കയറി വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാനാണ് അവർ മെയിനായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റിയിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ പിന്നെയും കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സ്വസ്ഥതയില്ലാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. അവർക്ക് ഭയങ്കര മാനസിക വിഷമമുണ്ട്, ഒരു നിരാശയാണ് കാണുന്നത്. അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആണ്. അവരുടെ ചുറ്റിനും എല്ലാം ഉണ്ട്, അവർക്ക് ഒന്നിനും ഒരു കുറവുമില്ല. പൈസയ്ക്ക് പൈസ, ബന്ധുക്കൾ, ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവരെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഉണ്ട്. പക്ഷെ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ ഈ ഒരു ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർ ആലോചിക്കുന്നുണ്ട്, എന്തോ അവർക്ക് മിസ്സിങ് ആണ്.
അവർക്ക് ഓഫ് കോഴ്സ് ഇവിടെ മിസ്സിങ് ആയിട്ട് കാണുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് വരുമ്പോഴത്തേക്ക് അവരത് വേണ്ട, ആ ചിന്തകൾ വേണ്ട എന്ന് ആലോചിക്കാനും ആ ചിന്തകളെ നശിപ്പിക്കാനും ശ്രമിക്കുന്ന, പക്ഷേ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീൽ, ആരിലും അവർ സാറ്റിസ്ഫൈഡ് അല്ല. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കേണ്ടെന്ന് ആലോചിച്ചാലും ആ ചിന്തകൾ അവരെ വേട്ടയാടുന്നുണ്ട്. ഇവിടെ മെയിനായിട്ടും നിങ്ങളെക്കുറിച്ചിട്ട് അവർ അവരിപ്പം ബോധമായിട്ടിരിക്കുന്ന സമയത്ത്, അവർ ബോധത്തോടു കൂടി ഇരിക്കുമ്പം നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ചിന്തകൾ വേണ്ട എന്നവർക്ക് വെക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ അവർ സ്വപ്നം കാണാറുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരെപ്പോഴൊക്കെയാണോ ഒന്ന് കണ്ണടച്ച് ഒന്ന് റിലാക്സ്ഡ് ആവുന്നത്, അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുന്നത്, നിങ്ങളെന്ന വ്യക്തി സ്വപ്നത്തിൽ അവർക്ക് വരുന്നുണ്ട്. ഈ സ്വപ്നത്തിൻ്റെ ഹാങ് ഓവർ ഓരോ ദിവസവും കഴിയും തോറുമാണ് ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട്. ആ സ്വപ്നം കാണുന്നതിൻ്റെ റീസൺ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഇന്നത് ചെയ്യൂ, അതൊക്കെ ചെയ്യൂ എന്നൊക്കെ. കാരണം നിങ്ങൾ കിടന്ന് ഉറക്കത്തിലേക്ക് വീഴുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ഇപ്പം നിങ്ങൾ ആരെങ്കിലും കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഒരു ടെലിപ്പതി മെസ്സേജ് പോകും. ആ ഒരു ടെലിപ്പതിയായിട്ട് നിങ്ങൾ എന്ത് മെസ്സേജാണോ അയക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തിയായിട്ട് കണക്റ്റ് ആവുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിന് പറയാനുള്ളത്, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർ ചിന്തിക്കണമെന്ന് അവർ വിചാരിക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ ചിന്തകൾ അവരിലേക്ക് എത്തുന്നുണ്ട്. ആ ചിന്തകളെ നശിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അവർക്ക് പഴയ ചിന്തകൾ വേണ്ട എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ ലൈഫിൽ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർക്ക് സന്തോഷിക്കാനുള്ള പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടും അവർക്ക് മിസ്സിങ് ഫീലിംഗ് ആണ്. അവരാരെയൊക്കെയോ മിസ് ചെയ്യുന്നു. അവർ ഉറക്കത്തിൽ നിങ്ങളെ സ്വപ്നം കാണുന്നു. ഇത്രയാണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിന് യൂണിവേഴ്സിന് പറയാനുള്ളത്. നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ എന്നുള്ളൊരു കാര്യത്തിന് യൂണിവേഴ്സിന് ഇവിടെ പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് അവസാനമായിട്ട് നിങ്ങൾ പിരിഞ്ഞപ്പം വഴക്കായിരിക്കും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവുന്നത്. നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളായിരിക്കും കൂടുതൽ ആ ഒരു വഴക്കിൽ ഇമോഷൻസ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവുന്നത്. ആ ഒരു വ്യക്തി ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് എന്താ പറയുക, സ്നേഹം കാണിച്ചിട്ടുണ്ടാവത്തില്ല. നിങ്ങളാണ് കൂടുതലും നിങ്ങൾക്ക് ആ സ്നേഹം എന്ന വികാരത്തിൽ ഒരുപാട് രീതിയിൽ അവരെ വഴക്ക് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെയെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്താൽ മതി എന്നുള്ള ഒരു അവസ്ഥ വെച്ചിട്ട് ആ ഒരു വ്യക്തി സൈലൻ്റ് ആണ്. നിങ്ങൾ എന്ത് വെച്ചാൽ പറയട്ടെ എന്ന് വെച്ചുള്ള ഒരു മനോഭാവമാണ് നിങ്ങളുടെ വ്യക്തി കാണിച്ചത്. ഇവിടെ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്നേഹം എന്നുള്ളൊരു വികാരത്തിനുപരി നിങ്ങളെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ അലട്ടുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്, ആ ഒരു ചിന്ത വേണ്ടെന്ന് വെക്കുന്നുണ്ട്. പണ്ടത്തെ കാര്യങ്ങളാണ് അവർ ആലോചിക്കുന്നത്. പണ്ട് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന നല്ല നല്ല മൂമെൻറ്റ്സാണ് ആലോചിക്കുന്നത്. അപ്പോൾ അവരെന്തായാലും ആ ഒരു നല്ല കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വേദനിപ്പിച്ച കാര്യം ഓർക്കുന്നുണ്ട്. ആ ഒരു വേദനിപ്പിച്ച കാര്യം, സ്നേഹത്തിലുപരി നിങ്ങളെ വേദനിപ്പിച്ചതിൽ നിങ്ങളുടെ വ്യക്തിക്ക് റിഗ്രറ്റ് ഉണ്ട്. അവർ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അവർക്ക് നന്നായിട്ടറിയാം ഇവിടെ അവർക്ക് ഒരു നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. നിങ്ങൾ അർഹിക്കുന്ന നീതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോഴും നിങ്ങളെന്ന വ്യക്തി, നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. പണ്ടെങ്ങനായിരുന്നു ആ ഒരു സ്ഥാനം ഉണ്ടായിരുന്നത്, അത് പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കുണ്ടായിരുന്ന സമയത്ത്, ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് വഴക്കുണ്ട്, പ്രശ്നമുണ്ട്, നിങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, ആരും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പം മാറ്റി വെച്ചിട്ട് പണ്ട് നിങ്ങൾക്ക് എന്ത് സ്ഥാനമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്നത്, ആ ഒരു സ്ഥാനം ഇപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്,
അവർ ആ ഒരു ചിന്തയിൽ നിന്ന് ഡൈവേർട്ടായി പോകാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. പക്ഷെ അവരെ മാനസികമായിട്ട് നല്ല രീതിയിൽ തകർക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നിന്നതല്ലേ, അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിലല്ല അവസാനിച്ചത്. നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേദനയോടുകൂടിയാണെങ്കിൽ തന്നെയും നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാനുള്ള അർഹതയില്ല എന്നൊക്കെയുള്ളൊരു തോട്ട് അവർക്കുണ്ട്. പക്ഷെ ഇവർക്ക് ആരിലും സാറ്റിസ്ഫൈഡ് അല്ല. ഇവരെപ്പോഴും ചിന്തയാണ്. ഇവർ മെയിനായിട്ടും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് ഇമ്മാതിരി തോട്ട്സ് വരുന്നത്. അല്ലെങ്കിൽ അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്കെല്ലാം ഉണ്ട്, പക്ഷേ ഇവരതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. ഇവരെല്ലാവരിൽ നിന്നും മാറി ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് അവരുടെ ലൈഫിനി എങ്ങോട്ടാണ് പോകുന്നത്, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടല്ലോ. എല്ലാം ഒന്ന് ഇവർക്ക് ഇപ്പോഴും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. പലതും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയേറെ പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. പല കാര്യങ്ങളും അസ്യൂം ചെയ്തെടുക്കുന്നതിന് പകരം ഒന്ന് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം നിങ്ങളാവട്ടെ, നിങ്ങളുടെ വ്യക്തിയാവട്ടെ, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടതാണ്. അതൊക്കെ പെട്ടെന്നാണ് മറ്റൊരാളുടെ ഇടപെടലുകൾ കൊണ്ടിട്ട് ഇല്ലാണ്ടായത്. നിങ്ങളൊരു കാര്യം എപ്പോഴും ആലോചിച്ചോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് എപ്പോൾ ഷെയർ ചെയ്യാൻ തുടങ്ങുന്നോ, പ്രശ്നങ്ങൾ പോയി പറയുന്നു, ആരുടെയെങ്കിലും ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നു, അവിടെ നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമാവാം, ചെറിയ പ്രശ്നമാവാം, നിങ്ങൾ പോയിരുന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താവട്ടെ, അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത്, ഇൻ കേസ് കൗൺസിലറിൻ്റെ അടുത്ത് പോലും ചെന്നിരുന്ന് പറയരുത് എന്നാണ് യഥാർത്ഥത്തിൽ. കാരണം ഒരു കൗൺസിലറിന് പോലും നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ ഇത് വലുതാക്കാം. കാരണം ആ കൗൺസിലർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ്? കൗൺസിലിംഗ് ചെയ്ത് ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആക്കാനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൗൺസിലറിന് ഒരു മുൻവിധിയുണ്ട്. വലിയ പ്രശ്നങ്ങളുള്ളവരാണ് കൗൺസിലറിൻ്റെ അടുത്ത് ചെല്ലുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കൗൺസിലറിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം അത് വലുതായി പറഞ്ഞ് അതൊരു വലിയ രീതിയിലാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും മറ്റൊരാൾ ഉപദേശിച്ച് തരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു മറ്റൊരാൾ ഉപദേശിച്ച് തരുന്ന കാര്യങ്ങളാണല്ലോ സത്യം എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും. അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ഇവിടെ നിങ്ങൾ കൊടുത്തിരുന്ന കെയറിങ് ആവട്ടെ, ആ ഒരു സ്നേഹമാവട്ടെ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് ഇതുവരെ ആരെയും പറ്റിയിട്ടില്ല എന്നുള്ള സത്യം ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പകരം മറ്റാരെങ്കിലുമൊക്കെ ആവുമെന്ന് നിങ്ങളുടെ വ്യക്തി ധരിച്ചിട്ടുണ്ട്. പക്ഷെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം നിങ്ങളെന്ന വ്യക്തി ഇല്ലാണ്ടായി. റിയാലിറ്റി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. ആ ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവരെ ചിന്തയിലേക്ക് നയിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അവരൊന്നിനും സാറ്റിസ്ഫൈഡ് ആവാത്തത്, എല്ലാവരിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളൊരു തോന്നൽ വരുന്നത്, ലൈഫിലൊരു നിരാശ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ ഇങ്ങനെ വിട്ട് പോവാണ്ട് അവരെ ഇങ്ങനെ കുറ്റബോധത്തിലാക്കുന്നതൊക്കെ നിങ്ങളെന്ന വ്യക്തിയുടെ അടുത്ത് അവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടിട്ടാണ്. നിങ്ങൾക്ക് ഇനി യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് ഗൈഡൻസ് തരാനുള്ളത്? നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അത് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ നടക്കട്ടെ. കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടിട്ട് അവർ നല്ല രീതിയിൽ സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി തവണ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അവരെ ഇപ്പോൾ ഒരു കുറ്റബോധം എന്നുള്ളൊരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ചെറിയ റിച്വൽ പറഞ്ഞു തരാം എന്നുള്ളത്. ആ ഒരു റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വപ്നത്തിൽ കൂടെ ആണെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ചെയ്യുന്ന സമയം. അപ്പോൾ നിങ്ങളും അത് തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നല്ല കാര്യങ്ങൾ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് മാത്രം ആലോചിച്ചുകൊണ്ട് ഉറങ്ങുക.
പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ട് ഉറങ്ങുക. ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ആരുമാകാം കേട്ടോ. കുറേ ആൾക്കാർ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടാവുന്നു ഈ തേർഡ് പാർട്ടി ആരാണെന്ന്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ റീസൺ ആയിട്ടുള്ളത് ആരാണോ, അത് ഇൻലോസ് ആവാം, ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, മറ്റ് റിലേഷൻഷിപ്പ് ആവാം, അവരെയാണ് തേർഡ് പാർട്ടി എന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അവരൊക്കെ ഒഴിഞ്ഞു പോകണമെന്നൊക്കെ ഉള്ളൊരു ചിന്ത വെച്ചിട്ട് അവരൊക്കെ ഉണ്ടെങ്കിൽ കിടക്കുക, ഉറങ്ങുന്ന സമയത്ത് അത് മാത്രം ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുക. നിങ്ങളിപ്പോൾ അത് ചിന്തിച്ചതിന് ശേഷം ഫോൺ എടുത്ത് നോക്കാനിരിക്കരുത് കേട്ടോ. ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് വേണം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം കുറേ മാറ്റങ്ങളുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതിന് കുറേ മാറ്റങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റിനും തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, കരിയർ, മണി, നെഗറ്റീവ് എനർജി, ഇതെല്ലാം ശരിയാവാനുള്ള ബ്രേസ്ലെറ്റിനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. റിസൾട്ട് കിട്ടും. ഇത് ഉപയോഗിച്ച് എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിലുമാണ് കൊടുക്കുന്നത്. റീഡിംഗ് എടുത്ത് ബ്രേസ്ലെറ്റ് വാങ്ങിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഉണ്ട്. റീഡിങ്ങിനായിട്ടും ബ്രേസ്ലെറ്റ് മേടിക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.